വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വി ഡി സതീശനൊരു പ്രസ്താവന നടത്തി. അതായത് വി ഡി സതീശൻ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷം, അതായത് പിണറായി സർക്കാർ ഇരുന്ന 10 വർഷം കൊണ്ട് വിഴിഞ്ഞത്ത് എന്താ പറയുക, പശ്ചാത്തല വികസനം എന്തെങ്കിലുമൊക്കെ നടന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയെ നമുക്ക് എങ്ങനെ കാണാം? അപ്പോൾ ഈ 10 വർഷം ഒരു വികസനവും അവിടെ നടന്നിട്ടില്ലെന്ന് തന്നെ കണക്കാക്കേണ്ടി വരുമോ? രാഷ്ട്രീയ പരാമർശം. എക്സിം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് വി ഡി സതീശൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. റിംഗ് റോഡുകൾ, റെയിൽ കണക്ടിവിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിക്രമങ്ങളും 10 വർഷമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ 10 വർഷം എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചത് പിണറായി വിജയന്റെ ഭരണകാലമാണ് 10 വർഷം എന്ന് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത് എന്നാണെന്ന് നമുക്കറിയാം. ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വി ഡി സതീശൻ അതിനെ പൊളിറ്റിക്കലി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയും കുറച്ച് കാലത്തിന് മുമ്പുള്ള കഥകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോർട്ട് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആരെന്നറിയാം? UDF. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് അവിടുത്തെ യൂജിൻ പെരേര എന്ന് പറയുന്ന ഇടവക ലാറ്റിൻ കത്തോലിക്കയുടെ ഇടവക മേലാവിയുമായി ചേർന്നുകൊണ്ട് അവിടുത്തെ കുറെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരം. എന്തിനാ ഇവർ ഈ സമരം ചെയ്തത്? വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ ഇവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം UDF ഉയർത്തിയിരുന്നത് തീരശോഷണം സംഭവിക്കും എന്നാണ്. തീരശോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരം ഇടിഞ്ഞു പോകും വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി. അപ്പോൾ തീരശോഷണം സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നടത്തി അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ വല്ലാതെ ഭീതിയിലാഴ്ത്തി UDF. അപ്പം അതിനുശേഷം എന്ത് ചെയ്തു? ഈ മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ ലാറ്റിൻ കാത്തലിക്സ് സഭയും കൂടെ ചേർന്നുകൊണ്ട് വലിയ സമരം നടത്തി വിഴിഞ്ഞത്ത്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തില്ല, വിഴിഞ്ഞം പദ്ധതി ഇവിടെ ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടങ്ങളിലുള്ള ഈ ആൾക്കാർ, മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തി. ആ സമരം ഒരുപക്ഷെ തിരുവനന്തപുരം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ സമരമായിരുന്നു. ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഇറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം അക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി. എന്തുകൊണ്ട് സംഭവിച്ചു? ആര് കാരണം സംഭവിച്ചു? UDF കാരണം. ഇവിടെ LDF ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഈ വിഴിഞ്ഞം പോർട്ടിനെതിരായി നിന്നിട്ടുണ്ടോ? ഇല്ല. കരാറിനെ മാത്രമേ കുറ്റം പറഞ്ഞു. കടൽക്കൊള്ള എന്ന് വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? കരാറിനകത്തുള്ള പ്രശ്നം. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒപ്പിട്ട അദാനി ഗ്രൂപ്പുമായി ഒപ്പിട്ട കരാർ ഉണ്ടായിരുന്നെങ്കിൽ, ആ കരാറുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് 31 വർഷത്തേക്ക് നമുക്ക് 1 രൂപ സംസ്ഥാന സർക്കാരിന് വരുമാനം ഉണ്ടാവില്ല. ഒറ്റ രൂപ കിട്ടത്തില്ല. പുതിയ കരാർ പ്രകാരം അത് വേണ്ട, വർഷം വെച്ചു. ഇത്ര വർഷം എന്നുള്ളതല്ല, ഇന്ന വർഷം മുതൽ, എനിക്ക് 40 ആണെന്ന് തോന്നുന്നു, അത് മുതൽ സർക്കാരിന് വരുമാനം കിട്ടും. ഈ നിലയ്ക്ക് അതിനെ റീകൺസ്ട്രക്ട് ചെയ്തു ആ കരാറിനെ. എന്നിട്ടാണ് കരാറുമായി സർക്കാർ മുന്നോട്ട് പോയത്. അപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ കരാറ് അദാനിക്ക് അനുകൂലമായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ കാലത്ത് എത്തിയപ്പോൾ ആ കരാറ് തനിക്ക് അനുകൂലമാക്കി മാറ്റി. ഇതിന് മുൻപ് വന്നു. അതായത് എന്നാ ഉമ്മൻചാണ്ടിയാണോ ഈ കരാറ് കൊണ്ടുപോയത്? അല്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തും കരാറുമായി മുന്നോട്ട് പോയി. അതായത് അദാനി ആയിരുന്നില്ല. അന്നൊരു ചൈനീസ് കമ്പനിയുമായി വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കരാർ ഒപ്പിടാൻ പോയ സമയത്ത് അതിന് തുരങ്കം വെച്ചായിരുന്നറിയോ? അന്ന് AK ആന്റണി കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ എന്ത് ചെയ്തു? ചൈനീസ് കമ്പനിയുമായി നമ്മുടെ ഇവിടെ കരാർ വെക്കാൻ പറ്റത്തില്ല. എന്താ? കടലിന്റെ കാര്യമാണ്. അപ്പോൾ ചൈനീസ് കമ്പനിയുമായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാവും. തെക്കൻ മേഖലയിലൂടെ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിലൂടെ ചൈനയ്ക്ക് കേരളത്തിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, രാജ്യത്തെ ആക്രമിക്കാൻ കഴിയും, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാർ റദ്ദാക്കിയത് കേന്ദ്ര സർക്കാരായിരുന്നു. അപ്പം VSന്റെ കാലത്തോടെ K കരുണാകരന്റെ കാലത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. ശരിക്കും ഇത് രാജഭരണ കാലഘട്ടത്തിൽ മുതൽ ഈ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭാവിക പോർട്ട് എന്ന് പറയും. അതിന് പ്രത്യേകിച്ച് വലിയ പണിയുടെ ആവശ്യമില്ല. അവിടെ പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം പഠിപ്പെടേണ്ട, അതൊരു സ്വാഭാവിക പോർട്ടാണ്. അത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന് കിട്ടി ഏറ്റവും വലിയ വരദാനമായിട്ട് കരുതാം. കാര്യം അത്രയും ആഴമുള്ളൊരു പ്രദേശം വേറെ ഇല്ല. അപ്പോൾ അവിടെ ഒരു പോർട്ട് വരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അന്നത്തെ എനിക്ക് തോന്നുന്നു ചിത്രീകരണാണ്ട കാലത്തോ ഒക്കെയാണ് അത് മനസ്സിലാകുന്നത്. അതിനുശേഷം പിന്നീട് അത് പോയില്ല. പിന്നീട് കരുണാകരന്റെ കാലത്ത് ഇങ്ങനെ ഒരു ആലോചന വന്നു, നടന്നില്ല. EK നായരുടെ കാലത്തുണ്ടായിരുന്നിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ കാലത്ത് കരാറിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ അതിനെ തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാരും അതുമായി മുന്നോട്ട് പോയി.
പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെത്തിയപ്പോൾ കരാറിൽ പരിഷ്കരിച്ചുകൊണ്ട് കരാറുമായി മുന്നോട്ട് പോയി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ CPM എടുത്ത വലിയൊരു നിലപാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടതുമുന്നണി എടുത്ത വലിയ നിലപാടുണ്ടായിരുന്നു. ഈ പോർട്ട് രൂപീകരിക്കണം, ഈ പോർട്ട് ഇല്ലാതാക്കാൻ വേണ്ടല്ല, പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അന്ന് LDF-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് എനിക്കൊന്ന് കഴക്കൂട്ടത്തു നിന്നാന്ന് തോന്നുന്നു, വിഴിഞ്ഞം വരെ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. അത് വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടാ, അല്ല വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടല്ല. അതിൽ പന്ന്യൻ രവീന്ദ്രനും പിണറായി വിജയനും ഒക്കെ അതിലത് പങ്കാളികളായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഈ വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയത് CPM ആണ്. അപ്പം വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ കാലം അധ്വാനിച്ചതും വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു പാർട്ടി CPM അല്ലേ? ഇനി പശ്ചാത്തല സൗകര്യ വികസനം എന്ന് പറയുന്നത്, ഈ പശ്ചാത്തല സൗകര്യ വികസനം എങ്ങനെയാണ്? റിംഗ് റോഡുകൾ, റെയിൽ കണക്ടിവിറ്റി. ഇപ്പം ഇതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ VD സതീശൻ പറയുന്നത്? അതിനുവേണ്ടി സ്ഥലം അക്വയർ ചെയ്തിട്ടിരിക്കുകയാണ്. അതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ അതിന്റെ പരിപാടികൾ ഇപ്പൊ ഉടനെ ത്വരിതഗതിയില. ഇനി ചെയ്യേണ്ടതാരാണ്? കഴിഞ്ഞ 10 വർഷം ചെയ്തില്ല എന്ന് പറയും, ഇനിയും ചെയ്യേണ്ടതാരാ? UDF ചെയ്യണം, സർക്കാർ ചെയ്യണം. അതിന്റെ ഉത്തരവാദിത്വം പിന്നെ VD സതീശനാണുള്ളത്. VD സതീശനും ഇവിടുത്തെ മന്ത്രിമാർക്കും ഉള്ളതാണ്. ഇപ്പൊ തുറമുഖ വകുപ്പ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ അത് ചെയ്യേണ്ട കാര്യം എന്തോ? പുള്ളി ചെയ്താൽ പോരെ, 10 വർഷത്തെ കണക്കെടുക്കണ്ടല്ലോ. എന്നാൽ ഈ 10 വർഷം UDF എന്താ ചെയ്തത്? UDF ഈ പദ്ധതി മുടക്കാനാണ് ശ്രമിച്ചത്. ഈ സമരത്തിനൊപ്പം നിൽക്കുക ചെയ്തേ. സമരത്തിനൊപ്പം നിന്നുകൊണ്ട് പണ്ട് പാളയത്ത് CPM സമരം നയിച്ചത് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പാളയത്ത് UDF ശ്രമിച്ചത് കെ സുധാകരനും VD സതീശനും അതുപോലെയുള്ള K മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. എന്നിട്ട് ഇവർക്ക് സമരം നടത്തി. എന്നിട്ട് കെ സുധാകരൻ പണിപ്പെട്ടു. സമരത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു K സുധാകരൻ. മുരളീധരൻ അതിന്റെ സമരത്തിന്റെ പിന്നാലെ ആയിരുന്നു. നടപ്പിലാക്കില്ല. ഇവരുടെ UDF-ന്റെ ഒരു നയം അത് തന്നെയായിരുന്നു. എന്നിട്ട് ഈ പദ്ധതി ഇതിനെല്ലാം മറികടന്നു. കാരണം ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഡെവലപ്മെന്റ്, ഒരു സർക്കാരിന്റെ ഡെവലപ്മെന്റിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പല പ്രതിസന്ധികളുണ്ടാവും. ഈ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ആ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കി കാണിക്കുന്നിടത്താണ് ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി നമ്മൾ ഇളക്കുന്നത്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇവിടെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വയൽക്കിളികൾ സമരം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതെല്ലാം കഴിഞ്ഞില്ലേ? എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്തു? ഗെയിൽ വാതക പൈപ്പ് ലൈൻ നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയില്ലേ? അതാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറഞ്ഞത്. ഇവിടെ ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ്, അന്ന് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്, അവരൊരുമിച്ചാണ് അവിടെ കേന്ദ്ര മന്ത്രിയെ കാണാനായിട്ട് പോകുന്നത്, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണാൻ പോകുന്നു. എന്തിനു വേണ്ടിയാ പോയത്? അന്നും UDF ആയിരുന്നു തുരങ്കം വെച്ചത്. UDF അന്ന് പറഞ്ഞു 45 മീറ്റർ ഒന്നും സാധ്യമോ കേരളത്തിൽ നടക്കില്ല, അത്രയൊന്നും നടക്കാൻ ഒരു സാധ്യതയില്ല, സ്ഥലം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറും എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ച. അതുകൊണ്ട് ദേശീയപാത വികസനം വഴിമുടക്കി കിടക്കുകയായിരുന്നു. ഏറ്റവും അവസാനം എന്ത് സംഭവിച്ചു? 45 മീറ്ററൊക്കെ നമുക്ക് ചെയ്യാം, സ്ഥലം ഏറ്റെടുത്തോളാം, ഞങ്ങൾ ഫണ്ട് മുടക്കിക്കോളാം. ആ സ്ഥലം ഏറ്റെടുപ്പിന് 5000 ചില്ലാനം കോടി രൂപ മുടക്കിയിരിക്കുന്ന ആരാ? സംസ്ഥാന സർക്കാർ. ആരുടെ കാലത്താണ് വന്നത്? പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്ന സമയത്താണ്. അപ്പം ഇങ്ങനെ പല പദ്ധതികളും നടപ്പിലാക്കിയതിന്റെ പിന്നിൽ ഇച്ഛാശക്തിയുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം ഇത് ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയത് പിണറായി വിജയനായിരുന്നല്ലോ. ഈ ആദ്യഘട്ട ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് K സുധാകരൻ നടത്തിയ പ്രസ്താവന എന്താ? ഈ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന്. വിഴിഞ്ഞം പോർട്ടിന് ആലോചിച്ച് നോക്കും. വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നാണ് അവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എങ്ങനെ? ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ആ കരാറിലാണോ ഇന്ന് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ കരാർ ലംഘനത്തിന്റെ പേരിൽ എങ്ങനെയാണ് അദാനിക്കെതിരെ ദിവ്യ സയ്യര് നടപടിയെടുക്കുന്നത്? ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? പിണറായി വിജയൻ അധികാരം ഒഴിയുന്നു. അതിനുശേഷം പുതിയ ഭരണസമിതി അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ സംഭവിച്ച കാര്യം എന്താ? വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന MSCക്ക് വിൽക്കുന്നു. അതായത് പുതിയ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ കയറിയ സമയത്തുണ്ടായതാ. ഇവിടെ ശരിക്കും ഈ വിഴിഞ്ഞം പ്രോജക്റ്റിനെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാനും അദാനി ഗ്രൂപ്പിന് 3 ഇരട്ടി ലാഭത്തിൽ ഇത് വിൽക്കാൻ കഴിയാനും ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാരാ? UDF സർക്കാരാ. എന്നിട്ട് പറഞ്ഞെന്താ? ഞാൻ അതൃപ്തി രേഖപ്പെടുത്തി. എന്നാൽ
കേരളത്തിന്റെ ഒരു രേഖകളിലും സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു രേഖയിലും ഈ അതൃപ്തി കണ്ടിട്ടേയില്ല ആരും. വീട്ടിൽ ഇരുന്നായിരിക്കും പറഞ്ഞത്. ഞാൻ അതൃപ്തി രേഖപ്പെടുത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഞാൻ അതൃപ്തി രേഖപ്പെടുത്തി. എന്നിട്ട് എവിടെ അതൃപ്തി രേഖപ്പെടുത്തിയതിന്റെ ഡീറ്റെയിൽ എവിടെ? അവര് അനുമതി ചോദിച്ചിരുന്നു. എവിടെ അനുമതി ചോദിച്ചതിന്റെ പേപ്പറുകൾ എവിടെ? അദാനി അനുമതി ചോദിച്ചതിന്റെ അങ്ങനെ അദാനി അനുമതി ചോദിക്കുന്നതിന്റെ രേഖകളൊന്നുമില്ല, അതൃപ്തി രേഖപ്പെടുത്തിയതിന്റെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശരിക്കും UDF അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴേക്ക് അദാനി ഗ്രൂപ്പിന് ഒരു പവർ കിട്ടി. ആ പവർ ഉപയോഗിച്ചുകൊണ്ട് അവര് ശരിക്കും നടക്കുന്ന കടൽക്കൊള്ള ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പൊ അദാനി ഗ്രൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, സർക്കാരിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ശരിക്കും ഇപ്പം പിന്നെ അദാനി ഗ്രൂപ്പ് നമ്മുടെ കേരളത്തിന്റെ കടലോരങ്ങളെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ പോയത് MSCയുടെ കപ്പലാ പോയത്. MSCയുടെ കപ്പലാണ് എക്സിം വഴി ഫ്ലാഗ് ഓഫ് ചെയ്തത് സംസ്ഥാന സർക്കാർ. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇവിടെയൊക്കെ എന്തോ കാണിച്ചു കൂട്ടി. ഈ 90 ദിവസം കൊണ്ടാണോ ഈ പിന്നെ ഷിപ്പിംഗ് കമ്പനി അല്ലെങ്കിൽ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് ഇത്ര അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പറ്റിയ സൗകര്യമാക്കിയത്? അല്ല. ഈ കഴിഞ്ഞ കാലം അത്രയും ഈ സമരങ്ങളെയൊക്കെ കൃത്യമായി നേരിട്ട് ആലോചിച്ച് നോക്കണം. പിന്നെ സമൂഹത്തിലുണ്ടായ സമരങ്ങളെയെല്ലാം കൃത്യമായി നേരിട്ട് ഒതുക്കി ഇച്ഛാശക്തിയോടുകൂടി ഒരു സർക്കാർ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന വിഴിഞ്ഞം പോർട്ട്. ഇല്ലെങ്കിൽ നടപ്പിലാകത്തേയില്ല. ഈ കഴിഞ്ഞ 2016-21 പിന്നെ LDF സർക്കാരും ഭരിച്ചു, 21-26 UDF സർക്കാരും ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാകില്ല. വസ്തുതയാണ്, നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇപ്പൊ എന്താ ഇത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. വെറും 90 ദിവസം ആയതേ ഉള്ളൂ. ഒരു പിന്നെ തൃശ്ശൂരൊക്കെയാണ് ഒരു കുഞ്ഞ് ജനിച്ച് പേരിടുന്ന സമയമായത്. ആ 90 ദിവസം കൊണ്ട് ഞാൻ ഇത്രയാക്കി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, 90 ദിവസം കൊണ്ട് കടമെടുത്തതിന്റെ പരിധി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 10-22,000 കോടിക്ക് മുകളിൽ കടമായി. അപ്പം ഈ പറയുന്ന സർക്കാർ എന്ത് ചെയ്തു? ഇപ്പൊ 90 ദിവസം കൊണ്ട് ഇവര് റിംഗ് റോഡ് ഉണ്ടാക്കി, അപ്രോച്ച് റോഡ് ഉണ്ടാക്കി, റെയിൽ കണക്ടിവിറ്റി ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കിയല്ലോ. പറയുമ്പോൾ ഒരല്പം ഈ VD സതീശനാണെങ്കിലും പറയുമ്പോൾ ഒരല്പം ഉളുപ്പ് വേണം, ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം. കഴിഞ്ഞ 90 ദിവസം കൊണ്ടല്ല വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായ എന്നുള്ളൊരു ബോധം എപ്പോഴും ഈ സർക്കാരിനാണ്. ഇത് ഹൈജാക്കിംഗ് ആണ്, അല്ല വേറൊന്നുമല്ല. എന്നിട്ട് ഇതൊക്കെ കേട്ട് കൈയടിക്കാൻ കുറെ വിവരക്കേടുകൾ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം.